അടുത്ത് നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പെർമ്യൂട്ടേഷനും കോമ്പിനേഷനൊക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ജനറേറ്റിംഗ് ഫങ്ഷൻസ് യൂസ് ചെയ്യാം. അപ്പം അതിൻ്റെ ഒരു സെക്ഷനാണ് നമ്മളടുത്ത് പറയുന്നത്. ഒരു ആപ്ലിക്കേഷൻ ടൈപ്പ് ഓഫ് സെക്ഷനാണ് ഇവിടെ വരുന്നത്. സോ ഇതിന് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ n ഡിസ്റ്റിങ് ഒബ്ജക്ട്സ്, അതായത് ഇപ്പം ഒരു എക്സാമ്പിൾ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പം ഒരു ബാസ്ക്കറ്റ് ഉണ്ട്. ആ ബാസ്ക്കറ്റിൽ നിന്ന് എനിക്ക് 3 ബോൾസിനെ എടുക്കണം. 3 ബോൾസ് ഉണ്ട് എനിക്ക്. ആ ഒരു 3 ബോൾസിനെ എനിക്ക് 3 രീതിക്ക് എടുക്കാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ ആ ഓരോ ചോയ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമുക്ക് ജനറേറ്റിംഗ് ഫംഗ്ഷൻ കൊണ്ട് പറ്റും. ഈ ഒരു സംഭവം പറയുമ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എക്സിൻ്റെ പവറിലാണ്. ഇപ്പോൾ ഇത് x⁻0, ഇത് 1, ഇത് 2, ഇത് 3. ഓക്കെ, അപ്പം എനിക്കിപ്പോൾ ഒരു ചോയ്സിനെ റെപ്രസെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നോ ചോയ്സിന് എനിക്ക് ഈ ഒരു ടേം യൂസ് ചെയ്യാം, അതായത് 1, ദാറ്റ്സ് നത്തിങ് ബട്ട് x⁻0. ഒരു ചോയ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് x⁻1 യൂസ് ചെയ്ത് റെപ്രസെൻറ്റ് ചെയ്യാം. 2 ചോയ്സസ് ഉണ്ടെന്നുണ്ടെങ്കിൽ x² യൂസ് ചെയ്ത് എനിക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. 3 ചോയ്സസ് ഉണ്ടെന്നുണ്ടെങ്കിൽ x³ യൂസ് ചെയ്ത് എനിക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇതെന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റിൽ തന്നെ വരുന്ന ചോയ്സാണ്. ഓക്കെ, ഇപ്പം ഞാൻ പറഞ്ഞത് എനിക്കൊരു ബാസ്ക്കറ്റിനകത്ത് 3 ബോളുണ്ട്. എനിക്ക് 3 ബോൾസിനെ ചൂസ്, അല്ലെങ്കിൽ വേണ്ട 3 ബോൾസ് വേണ്ട, എനിക്ക് 2 ബോൾസിനെ ചൂസ് ചെയ്യണം എന്ന് വിചാരിക്കാം. അപ്പം ഈ ഒരു ബോളിനെ എനിക്ക് 2 രീതിക്ക് ചൂസ് ചെയ്യാം, ഈ ഒരു ബോളിനെ എനിക്ക് 2 രീതിക്ക് ചൂസ് ചെയ്യാം, ഈ ഒരു ബോളിനെ എനിക്ക് 2 രീതിക്ക് ചൂസ് ചെയ്യാം. അപ്പം ഓരോ ഇൻഡിവിജ്വൽ ചോയ്സിനെയാണ് ഈ ഒരു ഇൻഡിവിജ്വൽ ടേംസ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓരോ ഒബ്ജക്ട്സിനെ നമ്മളിങ്ങനെ ബ്രാക്കറ്റ് ചെയ്തായിരിക്കും സെപ്പറേറ്റ് ചെയ്യുന്നത്. കൺഫ്യൂസ് ചെയ്യേണ്ട, ഇത്രയും നോക്കിയാൽ മതി. ചോയ്സസിനെ ഇൻഡിവിജ്വൽ വേരിയബിൾസ് ആയിട്ടും ഒബ്ജക്ട്സിനെ ഫങ്ഷൻസ് ആയിട്ടായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതായത് ഈ ഒരൊറ്റ സാധനം ഒരു ഒബ്ജക്റ്റ്, ഇപ്പം ഞാൻ പറഞ്ഞില്ല ഈ ഒരു ബോൾ, ഇതൊരു ബ്ലൂ ബോളാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇതൊരു ബ്ലാക്ക് ബോളാണ്, ഇതൊരു ഗ്രീൻ ബോളാണ്. ഓക്കെ, അപ്പം ബ്ലൂ ബോളിനെ എനിക്ക് 2 രീതിക്ക് ചൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ആ ഒരു 2 രീതി, അതായത് ഒന്നല്ലെങ്കിൽ x⁻0 രീതിക്ക് ചൂസ് ചെയ്യാം, x⁻1 ചൂസ് ചെയ്യാം, x⁻2 ചൂസ് ചെയ്യാം. അതാണ് എൻ്റെ ഒരു ഒബ്ജക്റ്റിൻ്റെ എന്താണ് പറയുന്നത്, ഒരു ഒബ്ജക്റ്റിന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഫംഗ്ഷൻ. അതുപോലെ 3 ഒബ്ജക്റ്റ് വരുമ്പോൾ വി ആർ മൾട്ടിപ്ലൈയിങ് ഇറ്റ്. ഓക്കെ, അപ്പം അത് ജസ്റ്റ് ആ ഒരു കൺസെപ്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. എനിവേസ് വിൽ ലുക്ക് ഇൻ ടു ദ ക്വസ്റ്റ്യൻസ്. So, first question, a girl can choose 2 items, 2 items from basket containing apple, orange, peas, banana and papaya. How many ways can this be done? നമുക്ക് വേറെ രീതിക്ക് കോമ്പിനേഷൻസ് ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നമ്മൾ ജനറേറ്റിംഗ് ഫംഗ്ഷൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി ഫസ്റ്റ് വൺ, 2 ഐറ്റംസ് ആണ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത്. അതായത് ഹൗ ക്യാൻ വി മേക്ക് ചോയ്സ് ഫോർ ഈച്ച് ഐറ്റം? ഓരോ ഇൻഡിവിജ്വൽ ഐറ്റം നമുക്ക് എങ്ങനെയാണ് ചൂസ് ചെയ്യാൻ പറ്റുന്നത്? ഐദർ ഐ ക്യാൻ ചൂസ് നൺ, അതായത് ഒന്നെങ്കിൽ അതിനെ പിക്ക് ചെയ്യാം, എനിക്ക് പിക്ക് ചെയ്യാണ്ടിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ എനിക്കതിനെ പിക്ക് ചെയ്യാം. 1 2 ഐറ്റമാണ് എനിക്ക് വേണ്ടത്. ഇപ്പം ഒരു ആപ്പിൾ ഉണ്ട് എനിക്ക്, ഒരു ഓറഞ്ച് ഉണ്ട് എനിക്ക്, ഒരു പീസ് ഉണ്ട് എനിക്ക്, ബനാന ഉണ്ട് എനിക്ക്, പപ്പായ ഉണ്ട് എനിക്ക്. ഓക്കെ, ഇത് ഓരോ ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റാണ്. അപ്പം ഈ 5 ഒബ്ജക്റ്റിൽ നിന്ന് എനിക്ക് 2 ഒബ്ജക്ട്സിനെ പിക്ക് ചെയ്യാം. സോ ഓരോ ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റിന് ഒന്നെന്നുണ്ടെങ്കിൽ എനിക്ക് അതിനെ പിക്ക് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ പിക്ക് ചെയ്യാതിരിക്കാം. അങ്ങനെയാണ് വേരിയബിൾസ് വരുന്നത്. ഓക്കെ, എനിക്കപ്പോൾ ഓരോ ഐറ്റത്തിന് ഐ ക്യാൻ ഐദർ ചൂസ് ഇറ്റ് ഓർ നോട്ട് ചൂസ് ഇറ്റ്. ഓക്കെ, ഇനിയിപ്പോൾ ഞാനിനി ഫംഗ്ഷൻ എഴുതുമ്പോഴത്തേനും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് ഐ എം റൈറ്റിംഗ് എൻ എഫ് ഓഫ് എക്സ് എഴുതുമ്പോഴത്തേനും, ഇഫ് ഇൻ കേസ് ഓഫ് ആപ്പിൾ ഫസ്റ്റ് എടുക്കാം. ആപ്പിൾ എനിക്ക് ചൂസ് ചെയ്യാണ്ടിരിക്കാം, റൈറ്റ്? ഇതുപോലെ തന്നെ ഓറഞ്ച് എനിക്ക് ചൂസ് ചെയ്യാണ്ടിരിക്കാം. പീസ് ഐ ക്യാൻ ചൂസ് ആൻഡ് നോട്ട് ചൂസ്. ബനാന ഐ ക്യാൻ ചൂസ് ആൻഡ് നോട്ട് ചൂസ്. ആൻഡ് അവസാനത്തെ പപ്പായ I can choose and not choose, right? How can I write this as x⁻0 plus x⁻1 the whole raised to not 10, 5, കാരണം 1 2 3 4 5, റൈറ്റ്? അപ്പോൾ അങ്ങനെ എനിക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഇത്രയും കൊണ്ട് ക്വസ്റ്റ്യൻ തീർന്നോ? ഇല്ല. അവരെന്താണ് ചോദിച്ചിരിക്കുന്നത്? എത്ര വേയിൽ, ഇൻ ഹൗ മെനി വേസ് ക്യാൻ ഐ ചൂസ് ദിസ്, വിച്ച് മീൻസ് x⁻1 1 പ്ലസ് എക്സ് ദ ഹോൾ റേസ് ടു 5 ആണ് നമ്മളുടെ നമ്മൾക്ക് വേണ്ട ജനറേറ്റിംഗ് ഫംഗ്ഷൻ.
സോ ഫസ്റ്റ് നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേനും വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ദി ചോയ്സസ് ആർ മെയ്ഡ് ആൻഡ് ഹൗ ടു റൈറ്റ് ദി ജനറേറ്റിംഗ് ഫംഗ്ഷൻ. ജനറേറ്റിംഗ് ഫംഗ്ഷൻ കൊണ്ട് മാത്രം കാര്യമില്ല, അവർ ചോദിച്ചിരിക്കുന്നത് ഇൻ ഹൗ മെനി വേസ് ക്യാൻ ദിസ് ബി ഡൺ. 2 ഐറ്റംസ് ആണ് എനിക്ക് ചൂസ് ചെയ്യേണ്ടത്. ഇപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതായത് ഈ ഒരു ഫംഗ്ഷനിലെ എക്സ് സ്ക്വയേർഡിൻ്റെ വാല്യൂ ആണ് എനിക്ക് ആവശ്യം. സോ അത് ഞാൻ ചെയ്യാനായിട്ട് ഇതെടുക്കാനായിട്ട് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ആം യൂസിങ് ദ ഫോർമുല ഫോർ ദി കോഎഫിഷ്യൻസ്. സോ സിൻസ് ഇറ്റ്സ് എ പോസിറ്റീവ് വാല്യൂ, ഇതൊരു പോസിറ്റീവ് വാല്യൂ ആയതുകൊണ്ട് തന്നെ നമ്മൾ യൂസ് ചെയ്ത ഒരു ഫോർമുലയാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്, വിച്ച് ഇസ് നത്തിങ് ബട്ട് എഫ് ഓഫ് എക്സ് ക്യാൻ ബി റിട്ടൺ ആസ് summation of k is equal to 0 5k x raised to k. That's nothing but 50 x raised to 0 plus 51 x plus 52 x plus x square plus 53 എക്സ് ക്യൂബ് പ്ലസ് ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. നമുക്ക് വേണ്ടത് എക്സ് റേസ് ടു 2 കോഎഫിഷ്യൻ്റ് ആണ്. സോ വി ടേക്ക് ദിസ് പെർട്ടിക്കുലർ ടേം. 52 എന്ന് പറഞ്ഞാൽ എന്താണ്? 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ. ദാറ്റ്സ് നത്തിങ് ബട്ട് വി ഗെറ്റ് ദി ആൻസർ as 10. ഇനിയിപ്പം ഈ ഒരു സംഭവം ഒന്നുകൂടെ ഒന്ന് നോക്കാം. നമുക്ക് എങ്ങനെയാണ് ചോയ്സസ് എടുക്കേണ്ടതെന്നുള്ളത് നമുക്ക് മനസ്സിലായി, എങ്ങനെയാണ് ജനറേറ്റീവ് ഫംഗ്ഷൻ എഴുതുന്നതെന്നുള്ളത് മനസ്സിലായി. ഇനി ഈ ഒരു സംഭവത്തിന് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് അപ്പോഴത്തേനും നിങ്ങൾ വിചാരിക്കും നമ്മൾ ഓൾറെഡി പണ്ടൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ, 1 - x the whole raised to -n പഠിച്ചിട്ടുണ്ട്. അപ്പം ഇതെന്തുകൊണ്ട് എനിക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്ന് നിങ്ങൾക്ക് വേണേൽ ചോദിക്കാം. പക്ഷേ എഗൈൻ ഈ ഒരു സംഭവം സൈൻസ് ആർ ഡിഫറെൻറ്റ്. 1 + x the whole raised to -n ഉം 1 + x the whole raised to n നും വി ഹാവ് ഈക്വേഷൻസ്. സോ നമുക്ക് നമ്മുടെ ഫോർമുല ഷീറ്റിൽ നോക്കാം. കണ്ടോ, 1 + n the whole raised to n and 1 + n the whole raised to -n can be written in this format. ഓക്കെ, അപ്പം അങ്ങനെ എഴുതാൻ പറ്റുന്നതുകൊണ്ട് തന്നെ അങ്ങനെ ആ ഒരു ഫോമാറ്റിലാണ് വി ഹാവ് റിട്ടൺ ദി സൊല്യൂഷൻ നോട്ട്സ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് ഭയങ്കര ഹെക്റ്റിക്കാണ്, ഇതെല്ലാം കൂടെ മെമ്മറൈസ് ചെയ്യാനായിട്ട് പോസിബിൾ അല്ല എന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ മെമ്മറൈസ് ചെയ്യേണ്ട ആവശ്യമില്ല, ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വെക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ ടിക്ക് ചെയ്ത് പോയ കാര്യങ്ങൾ മാത്രം നിങ്ങളോട് ഇപ്പം ബൈ ചാൻസ് നിങ്ങൾക്ക് ഓർക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ പഠിക്കാവും. പിന്നെ ഇതൊക്കെ ഈ 10 ഉം 11 ഒക്കെ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെ 8ൻ്റെ ഇതും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നിങ്ങൾ 2 വേരിയബിൾ പഠിച്ചില്ലെങ്കിലും ഐ ഡോണ്ട് ഒരു കമ്പൽസറി ആയിട്ട് പറയുന്നില്ല, പക്ഷേ ഈ ടിക്ക് ചെയ്ത് പോകുന്ന സാധനങ്ങളെല്ലാം നിങ്ങൾ പഠിക്കുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഐ ഹോപ്പ് സോ യു